Today's topic, problems from the section combination. Number of ways of selecting 9 balls from 6 red balls, 5 white balls and 5 blue balls. If each selection consists of 3 balls of each color. In this problem, we are given 6 red balls, 5 white balls and 5 blue balls. And we have to select 9 balls from these balls so that each selection consists of 3 balls of each color. നമുക്ക് 6 റെഡ് ബോള് 5 വൈറ്റ് ബോള് 5 ബ്ലൂ ബോളുകൾ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 9 ബോളാണ്. ഈ 16 ബോൾസിൽ നിന്നും നമുക്ക് 9 ബോളുകൾ മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഓരോ സെലക്ഷനിലും 3 ബോൾസ് ഓഫ് ഈച്ച് കളർ, എല്ലാ കളറിലെയും 3 റെഡ് ബോൾസ് വെച്ചുണ്ടായിരിക്കണം. അതായത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 3 റെഡ് ബോൾസ്, 3 വൈറ്റ് ബോൾസ് ആൻഡ് 3 ബ്ലൂ ബോൾസ്. അത് ഞാനൊന്ന് എഴുതാം. നമുക്ക് 3 റെഡ് ബോളുകളും 3 വൈറ്റ് ബോളുകളും 3 ബ്ലൂ ബോളുകളും സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ 9 ബോളുകൾ നമുക്ക് കിട്ടുകയുള്ളൂ. കൂടാതെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ്. ദെർഫോർ നമ്പർ ഓഫ് വേസ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, 3 റെഡ് ബോൾസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 6 റെഡ് ബോൾസിൽ നിന്നാണ്. ദെർഫോർ 6C3 ആൻഡ് ആയതുകൊണ്ട് ഇൻടു 3 white balls can be selected from 5 white balls, 5C3 into, and 3 balls from blue balls from 5 blue balls, 5C3. Okay, now 6C3 is 6 factorial by 6 minus 3 factorial into 3 factorial. 5C3 is 5 factorial by 5 minus 3 factorial into 3 factorial. Again 5C3, 5 factorial by 2 factorial into 3 factorial. This is equal to 6C3 is 20, 5C3 is 10. Therefore 20 into 10 into 10, 2000. Therefore the number of ways of selecting 9 balls with the given condition is 2000. Committee of 3 persons is to be constituted from a group of 2 men and 3 women. In how many ways can this be done? How many of these committees would consist of 1 man and 2 women? In this problem, we have to form a committee of 3 persons from 2 men and 3 women. നമുക്ക് 2 മെന്നും 3 വിമനുമായിട്ട് 5 പേരെയാണ് തന്നിരിക്കുന്നത്. നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിലെ 3 ആളുകളായിരിക്കണം ഉണ്ടാകേണ്ടത്. കമ്മിറ്റിയിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നത് ശരിക്കും ഒരു സെലക്ഷനാണ്. ദാറ്റ് മീൻസ് കമ്മിറ്റി ഫോർമേഷൻ ഈസ് കോമ്പിനേഷൻ. ഇവിടെ കമ്മിറ്റി ഫോം ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ആകെ ആളുകളുടെ എണ്ണം 2 men plus 3 women, 5 persons ആണ്. Therefore n is equal to 5. കമ്മിറ്റിയിലേക്ക് എടുക്കേണ്ട ആളുകളുടെ എണ്ണം 3 persons ആണ്. 3 പേരെ, ആണുങ്ങളോ പെണ്ണുങ്ങളോ ആയിട്ട് 3 പേരെ എടുത്താൽ മതി. Therefore R is equal to 3. Therefore number of committees is 5C3. ആകെ 5 പേരെയാണ് തന്നിരിക്കുന്നത്. 3 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. കമ്മിറ്റി ഫോർമേഷൻ കോമ്പിനേഷൻ ആണെന്ന് പ്രത്യേകം ഓർക്കണം. അത് സെലക്ഷൻ ആയതുകൊണ്ടാണ് കോമ്പിനേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. Therefore 5C3 is 5 factorial by 5 minus 3, 2 factorial into 3 factorial. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എല്ലാവർക്കും അറിയാവുന്നതാണ്. NCR is equal to n factorial by n minus r factorial into r factorial. Therefore 5C3 is 5 factorial by 5 minus 3 factorial into 3 factorial. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക. Answer is 10. Okay. In the second part, we have to form committees
കൺസിസ്റ്റിംഗ് ഓഫ് 1 man ആൻഡ് 2 women. ഇവിടെ വ്യക്തമായിട്ടും ആ 3 ആളുകളിൽ ഒരു മാനും ബാക്കി 2 വിമനുമായിരിക്കണമെന്ന് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. നമ്പർ ഓഫ് കമ്മിറ്റീസ് വിത്ത് 1 man ആൻഡ് 2 women. നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 പേരിൽ ഒന്ന് ഒരു പുരുഷനും ബാക്കി 2 പേർ സ്ത്രീകളുമായിരിക്കണം. Therefore we have to select 1 man from 2 given men. നമുക്ക് തന്നിട്ടുള്ള 2 ആണുങ്ങളിൽ നിന്നാണ് ഒരു മാനിനെ സെലക്ട് ചെയ്യേണ്ടത്. Therefore 1 from 2, 2C1. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്ന ഓപ്പറേഷനാണ് വരിക. ആൻഡ് 2 women from 3 women. 2 സ്ത്രീകളെ സെലക്ട് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന 3 സ്ത്രീകളിൽ നിന്നാണ്. 3C3. ഓക്കെ. Now 2C1 is 2 factorial by 2 minus 1 factorial into 1 factorial. 3C2 ആണ്. 3 വിമനിൽ നിന്ന് 2 വിമൻ. 3 factorial by 3 minus 2 1 factorial into 2 factorial. And 2C1 is 2 and 3C2 is 3. Therefore the answer is 6. Problem: in how many ways can one select a cricket team of 11 from 17 players, in which only 5 players can bowl, if each cricket team of 11 must include exactly 4 bowlers? In this problem, we have to select a cricket team of 11 players from 17 players. And among the 17 players, only 5 players are bowlers. And each cricket team must consist of exactly 4 bowlers. തന്നിരിക്കുന്ന 17 പ്ലെയേഴ്സിൽ 5 പേര് മാത്രമാണ് ബൗളേഴ്സ്. അപ്പോൾ തന്നിരിക്കുന്ന പ്ലെയേഴ്സിനെ നമുക്ക് ബൗളേഴ്സായിട്ടും ബാറ്റ്സ്മാനായിട്ടും തിരിക്കാം. 17 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് 5 ബൗളേഴ്സ് ആൻഡ് 12 ബാറ്റ്സ്മെൻ ആണ്. 5 ബൗളേഴ്സ് ആൻഡ് 12 ബാറ്റ്സ്മെൻ. ഇനി ക്രിക്കറ്റ് ടീമിൽ 11 പ്ലെയേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് ദിസ് ടീം മസ്റ്റ് ഇൻക്ലൂഡ് എക്സാക്ട്ലി 4 ബൗളേഴ്സ്. ക്രിക്കറ്റ് ടീമിൽ 11 പ്ലെയേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അത് എക്സാക്ട്ലി 4 ബൗളേഴ്സ് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 4 ബൗളേഴ്സ് ആൻഡ് ബാക്കി 11 മൈനസ് 4 7 ബാറ്റ്സ്മെൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദാറ്റ് മീൻ ദ ക്രിക്കറ്റ് team consists of 4 bowlers and 7 batsmen. Therefore number of ways, number of teams, ഇവിടെ സെലക്ഷൻ ആണ്, കോമ്പിനേഷൻ ആണ് വരിക. ആൻഡ് വി ഹാവ് ടു സെലക്ട് 4 ബൗളേഴ്സ് ഫ്രം 5 ബൗളേഴ്സ് 5C4 and therefore into 7 batsmen from 12 batsmen therefore 12C7. 4 ബൗളേഴ്സിനെ 5 ബൗളേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്നും 7 ബാറ്റ്സ്മെന്നെ 12 ബാറ്റ്സ്മെൻ്റെ കൂട്ടത്തിൽ നിന്നും സെലക്ട് ചെയ്യുക. ആൻഡ് വരുമ്പോൾ ഓപ്പറേഷൻ ഇൻറ്റു ആണ്. നൗ 5C4 is 5 factorial by 5 minus 4 1 factorial into 4 factorial. And 12C7 is 12 factorial by 12 minus 7 5 factorial into 7 factorial. And 5C4 is 5. 12C7 is 792. 5 into 792. The answer is 3960. Okay. Determine the number of 5 card combination out of a deck of 52 playing cards if there is exactly 1 ace in each combination. പ്ലേയിങ് കാർഡ്സിൻ്റെ ഒരു പാക്കറ്റിൽ ആകെ 52 പ്ലേയിങ് കാർഡ്സ് ആണ് ഉള്ളത്. ജോക്കർ പ്ലേയിങ് കാർഡ്സിൻ്റെ കൂട്ടത്തിൽ എണ്ണത്തില്ല. ജോക്കർ കൂടാതെയാണ് 52 പ്ലേയിങ് കാർഡ്സ് ഉള്ളത്. 52 പ്ലേയിങ് കാർഡ്സ് 2 കളറുകളിലായിട്ടാണ് ഉള്ളത്, റെഡും ബ്ലാക്കും. അതിൽ 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സുമാണ് ഉള്ളത്. റെഡ് കാർഡ്സ് ഡയമണ്ടും ഹാർട്ടുമാണ്. ബ്ലാക്ക് കാർഡ്സ് ക്ലബും സ്പെയ്ഡ്സുമാണ്. 4 സ്യൂട്ടുകളായിട്ടാണ് ഈ കാർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. 4 സ്യൂട്ടുകൾ, ഒന്ന് ക്ലബ്ബ്, ഒന്ന് ഹാർട്ട്, അടുത്തത് ഡയമണ്ട്, ലാസ്റ്റ് 1 സ്പെയ്ഡ്സ്. അതിൽ ഓരോ സ്യൂട്ടിലും 13 കാർഡുകളാണ് ഉള്ളത്.
അതായത് 13 ഡയമണ്ട്സ് അത് റെഡ് കാർഡ്സ് ആണ്, 13 ഹാർട്ട്സ് അതും റെഡ് കാർഡ്സ് ആണ്, 13 ക്ലബ്സ് അത് ബ്ലാക്ക് കാർഡ്സ് ആണ്, 13 സ്പേഡ്സ് അതും ബ്ലാക്ക് കാർഡ്സ് ആണ്. അങ്ങനെ ഓരോ സ്യൂട്ടിലും 13 കാർഡുകൾ വെച്ചാണുള്ളത്. ഓരോ സ്യൂട്ടിലെയും 13 കാർഡുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 9 നമ്പേർഡ് കാർഡ്സ് ഉണ്ട്, 2 മുതൽ 10 വരെ നമ്പറുകളുള്ള 9 കാർഡ്സ്, കൂടാതെ ഒരു കിങ്, ഒരു ക്യൂൺ, ഒരു ജാക്ക്, ഒരു എയ്സ്. ഇതാണ് ഒരു സ്യൂട്ടിലെ കാർഡുകളുടെ സെറ്റിങ്സ്. അങ്ങനെ ഓരോ സ്യൂട്ടിലും ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ജാക്ക്, ഒരു എയ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പാക്കറ്റിൽ മുഴുവനായി 4 കിങ്ങുകൾ ഉണ്ടായിരിക്കും, 2 റെഡ് കിങ്ങും 2 ബ്ലാക്ക് കിങ്ങും. റെഡ് കിങ് ഡയമണ്ട് സ്യൂട്ടിലും ഹാർട്ടിൻ്റെ സ്യൂട്ടിലും വരുന്നതാണ്. ബ്ലാക്ക് കിങ് ക്ലബ്സിലും സ്പെയ്ഡ്സിലുമായി വരും. ഇതുപോലെ തന്നെയാണ് ക്യൂനും ജാക്കും എയ്സും വരുന്നത്. ഫേസ് കാർഡെന്ന് ഉദ്ദേശിക്കുന്നത് കിങ്ങും ക്യൂനും ജാക്കുമാണ്. എയ്സ് ഒരു ഫേസ് കാർഡല്ല. അങ്ങനെയാണെങ്കിൽ ഫേസ് കാർഡുകളുടെ എണ്ണം 12 ആണ്. ഓക്കെ. In this problem, we have to find the number of 5 card combinations from a deck of 52 cards. 52 കാർഡുള്ള പാക്കറ്റിൽ നിന്നും 5 കാർഡുകളാണ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. കൂടാതെ there is exactly one ace in each combination. ഓരോ കോമ്പിനേഷനിലും ഓരോ എയ്സ് ഉണ്ടായിരിക്കണം. നമുക്ക് പാക്കറ്റിലുള്ള ടോട്ടൽ കാർഡ്സിനെ എയ്സും നോൺ എയ്സുമായി ആദ്യം തിരിക്കാം. നമുക്കറിയാം ഒരു പാക്കറ്റ് കാർഡിൽ ആകെ 4 ഏസസ് ആണുള്ളത്. Therefore, there are 48 non aces and 4 aces. And we have to combine 5 cards in such a way that there is exactly one ace in each combination. അപ്പോൾ നമ്മുടെ സെലക്ഷനിൽ ആവശ്യമായ കാർഡ്സിനെ ഇങ്ങനെ തരംതിരിക്കാം: 1 ace and 4 നോൺ ഏസസ്. 5 കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി 1 ഏസ് വരണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഏസും 4 നോൺ ഏസും സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്പർ ഓഫ് 5 card combinations is equal to ഇവിടെ കോമ്പിനേഷൻ ആണ്. 1 ഏസ് എടുക്കേണ്ടത് 4 ഏസസിൽ നിന്നാണ്. Therefore 4C1 and means into 4 നോൺ ഏസസ് സെലക്ട് ചെയ്യേണ്ടത് 48 നോൺ ഏസസിൽ നിന്നാണ്. Therefore 4C1 into 48C1. 4C1 is 4 factorial by 4 minus 1, 3 factorial into 1 factorial. 48C4 is 48 factorial by 48 minus 4, 44 factorial into 4 factorial. And 4C1 is equal to 4 into 48C1 is 194580. Therefore 4 into 194580. The answer is 778320. Okay.